ഈ 17th തൊട്ട് ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സ് വരുന്നുണ്ട്. അതങ്ങനെ സ്പിൽ ആവത്തില്ല. ഓക്കെ, ഹലോ, ഞാനൊരു 5 ബേബി പ്രോഡക്ട്സ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ പറയാൻ പോകുന്നത് പാമ്പേഴ്സിനെ കുറിച്ചാണ്. ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 902 രൂപയ്ക്കാണ്. പക്ഷെ ഇത് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1400 അത്ര ആ ഒരു റേഞ്ചിലാണ് നമുക്കിത് കിട്ടുന്നത്. ഈ ഒരു പാക്കറ്റിൽ വരുന്നത് 76 പീസസ് ആണ് വരുന്നത്. ഇത് പാൻസ് ആണ്. ഇത് മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 7 കിലോ തൊട്ട് 12 കിലോ വരെയാണ് ഇതിന്റെ ഒരു സൈസ് റേഞ്ച് അവർ പറയുന്നത്. ഇതുവരേക്കും ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എന്റെ ബേബി കംഫർട്ടബിൾ ആണ് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേനും. പിന്നെ ഡയപ്പർ റാഷോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുപോലെ ലീക്ക് പ്രൂഫ് ആണ്. പിന്നെ സ്കിൻ ഇറിറ്റേഷൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇതൊരു നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്താ പറയാ വാങ്ങിക്കാൻ ആഗ്രഹമോ സംശയമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സംശയിക്കേണ്ട, വാങ്ങിച്ചോളൂ എന്നേ ഞാൻ പറയുള്ളൂ. അതുപോലെ തന്നെ വേറെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ലവ് ലാപ്പ് എന്ന് പറയുന്ന പാമ്പേഴ്സ് ആണ് ബേബിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. അത് കൂടാണ്ട് വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുന്ന ഡൈപ്പേഴ്സിനെ കുറിച്ച് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ മെസ്സേജ് ചെയ്യണേ. അപ്പം അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബേബി ഡൈപ്പേഴ്സ് ആണ്. ക്ലോത്ത് ഡൈപ്പേഴ്സ് ആണ്. ഇത് കുറച്ചുനാൾ ഞാൻ കുഞ്ഞിന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ റിവ്യൂ പറയുന്നത്. അപ്പം വളരെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. 251 റുപ്പീസ് ആണ് പെർ പീസ് ഇതിന്റെ പ്രൈസ് വരുന്നത്. ഇത് സൂപ്പർ ബോട്ടംസിന്റെ ബേസിക് ഡയപ്പർ ആണ്. ഇത് ക്ലോത്ത് ആണ് ഇൻസൈഡ് വരുന്നത്. ഇതിന്റെ പുറത്ത് വരുന്നത് വാട്ടർ പ്രൂഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ലീക്ക് ആവത്തില്ല. പിന്നെ ആണെങ്കിൽ ഇതിന്റെ അകത്ത് എക്സ്ട്രാ ഒരു ഫാബ്രിക്കും കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് നല്ലൊരു എന്താ പറയുക നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഒരു ക്ലോത്ത് ആണ്. ക്ലോത്ത് ഡയപ്പർ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് റാഷസ് ഒന്നും വരത്തില്ല. ഇതുവരേക്കും അവനൊരു റാഷും ഇത് ഉപയോഗിച്ചത് കൊണ്ട് വന്നിട്ടില്ല. പിന്നെ ഇത് നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 to 17 kg വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇവർ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം ഞാനൊരു മീഡിയം സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. വാഷബിൾ ആണ്. ക്ലോത്ത് ഡയപ്പർ ആയതുകൊണ്ട് എത്ര തവണ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ക്ലോത്ത് ഡയപ്പർ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സൂപ്പർ ബോട്ടത്തിന്റെ ബേസിക് ഡയപ്പർ ക്ലോത്ത് ഡയപ്പർ വാങ്ങിക്കാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത് വരുന്ന ഒരു ബേബി ഡയപ്പർ ബാഗ് ആണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ട്രൂ ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബാഗാണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇത് കൊണ്ടുപോയി, ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇത് ഉപയോഗിച്ചു. ഇതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ ബാഗ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ പോക്കറ്റ്സ് ഉണ്ട്. എത്ര സാധനങ്ങൾ വെച്ചാലും ഒരുപാട് ഹെവി നമുക്ക് തോന്നത്തില്ല. പിന്നെ കണ്ടില്ലേ, ഇത് സെപ്പറേറ്റ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഇത് വേണമെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ഇടാം. അതോ അത്രയ്ക്ക് ഹാപ്പിയാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച്. 889 റുപ്പീസിനാണ് ഈ ഒരു ബാഗ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഈ 17th തൊട്ട് ഫ്ലിപ്കാർട്ടിലെ ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് നോക്കാന്നുണ്ടെങ്കിൽ നല്ല നല്ല പ്രൊഡക്ട്സ് നല്ല ഓഫറിൽ കിട്ടും. അപ്പം ബേബി ബാഗ് അല്ലെങ്കിൽ ബേബി മോം ബാഗ് അല്ലെങ്കിൽ ഡയപ്പർ ബാഗ് ഒക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ലവ് ലാപ്പിന്റെ സ്പൗട്ട് സിപ്പർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. 248 റുപ്പീസിനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു 6 months തൊട്ടുള്ള ബേബിക്ക് ഈ ബോട്ടിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ വെള്ളമോ പാലോ ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഹാൻഡിലുണ്ട്, പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് കുടിക്കാം. പിന്നെ അതുപോലെ ഇത് കണ്ടോ, ഇതൊരു റബ്ബർ ആണ് ഇവര് ഈ ഒരു എഡ്ജിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിനൊരു ഹോള് വരുന്നുണ്ട്. ഇത് സ്പിൽ പ്രൂഫ് ആണ്. ഇതൊരു വാൽവ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കുടിക്കുവാണെങ്കിൽ അല്ലാതെ തന്നെ പിടിക്കുവാണെങ്കിലൊന്നും അങ്ങനെ വെള്ളം താഴ്ത്തേക്ക് പോകത്തില്ല. കണ്ടോ, ചുമ്മാ അതങ്ങനെ സ്പിൽ ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. പ്രത്യേകിച്ച് ഇതിന്റെ ക്യാപ്പ് ഉണ്ട്. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്പിൽ ആവാണ്ട് നമുക്ക് അടച്ചൊക്കെ വെക്കാൻ പറ്റും. അപ്പം 6 monthsന് ശേഷം വെള്ളമൊക്കെ തന്നെത്താനെ പിടിച്ച് കുടിക്കാൻ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണിത്. ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു 3 ലെയറിന്റെ മിൽക്ക് പൗഡർ സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിന് 3 ബോക്സ് കമ്പാർട്ട്മെന്റ് ആണുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ ആദ്യത്തെ കമ്പാർട്ട്മെന്റിൽ മിൽക്ക് പൗഡറും
രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിൽ ഇൻസ്റ്റന്റ് ആയിട്ട് കുറുക്കുണ്ടാക്കാൻ പറ്റുന്ന പൗഡറും, മൂന്നാമത്തെ കമ്പാർട്ട്മെന്റിൽ പനങ്കൽക്കണ്ട പൊടിയാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെ വേറെ എന്തെങ്കിലും ഫുഡ് കണ്ടെയ്നേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടണേ. യാത്രയ്ക്കൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ഫുഡ് കണ്ടെയ്നേഴ്സ് ഇതല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ.